അർജന്റീന വീണ്ടും അവരുടെ സപ്പോർട്ടേഴ്സിനെ എഡ്ജിൽ നിർത്തിക്കൊണ്ട് ഒരു മത്സരം വിജയിച്ച് കയറിയിരിക്കുകയാണ്. അതിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് പോകാം. സ്വിറ്റ്സർലൻഡിനായിട്ടുള്ള മത്സരമായിരുന്നു, ക്വാർട്ടർ ഫൈനൽസ് ആയിരുന്നു. എന്തായിരുന്നു ടാക്ടിക്കലി ആ മത്സരത്തിൽ സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വിറ്റ്സർലൻഡ് എങ്ങനെയാണ് ഈ ഗെയിമിനെ ഡോമിനേറ്റ് ചെയ്തതെന്ന് നോക്കാം. കാരണം ആ ഒരു റെഡ് കാർഡ് വരുന്നവരെ സ്വിറ്റ്സർലൻഡ് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു ഗെയിമായിരുന്നു ഇതെന്നുള്ളത്. 1-1 സ്കോർ ലൈനിൽ നിൽക്കുമ്പോഴാണ് ആ റെഡ് കാർഡ് വന്നത്. പക്ഷെ അതിന് മുന്നേ എങ്ങനെയായിരുന്നു ഇത്രയും വലിയൊരു ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനനെ പുഷ് ബാക്ക് ചെയ്തിട്ട് അവരെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് സ്വിറ്റ്സർലൻഡിന് സാധിച്ചത് നമുക്ക് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ഷേപ്പിൽ നിന്നിട്ടാണ്. സ്വിസ് ഒരു 3-1-4-2 എന്നുള്ള ഷേപ്പിലേക്കാണ് പോയിരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഈ ഷേപ്പിനെ അവർ ഡിപ്ലോയ് ചെയ്തിരുന്നത്? സ്വിസ് അവരുടെ റൈറ്റ് ബാക്കിനെ ഹൈ ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ ആ ഒരു വൈഡർ സോണിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 3-2 ബേസിലാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് അർജന്റീനയ്ക്ക് എതിരെ നിൽക്കുന്നത്. ഈ ഒരു ബേസ് 2 അർജന്റീനയ്ക്ക് മാൻമാർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വിസ് എന്താ ചെയ്യുന്നത്? ഗ്രാനൈറ്റ് ഷാക്ക, അവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടുള്ള ഷാക്ക പുറത്തേക്ക് ഇറങ്ങി സെന്റർ ബാക്സിന്റെ ഇപ്പുറത്ത് ഡിപ്ലോയ് ആവാണ്. ഇത് സംഭവിക്കുന്നതോടൊപ്പം തന്നെ ലെഫ്റ്റ് ഫുൾ ബാക്ക് ഹൈ ആയിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കാരണം ആ മാൻമാർക്ക് ചെയ്തിരുന്ന പ്ലെയർക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടവരാണ്. സാക്ക അവിടെ നിന്നിട്ട് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസും ഗെയിം പ്രോഗ്രഷനും എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഷാക്കായിരുന്നു. ഇനി ഈ ഒരു ഷേപ്പ് കൂടുതൽ ഡേഞ്ചറസ് ആവാനായിട്ട് വേറൊരു കാരണം ഉണ്ടായിരുന്നു. ഒരു 4-4-2 അർജന്റീന ഡിഫെൻസീവ് ഷേപ്പിൽ ഇരുന്നിരുന്നെങ്കിലും ഈ ഒരു പൊസിഷണൽ റൊട്ടേഷൻ കാരണം ഒരു 4-3-3 എന്നുള്ള ഷേപ്പിലേക്ക് പോകുന്നു. ഇതോടൊപ്പം തന്നെ ഹാർട്ട് ഓഫ് ദി ഡിഫൻസ് ആയിട്ടുള്ള പാരഡൈസിനെ ഓവർലോഡ് ചെയ്യാനായിട്ട് സെൻട്രൽ സോണിൽ സ്വിറ്റ്സർലൻഡിന് സാധിക്കുന്നു. ഇതിനാൽ തന്നെ ഉള്ളിലേക്ക് ഒരുപാട് ഡ്രോണിങ് ചെയ്യുന്നൊരവസ്ഥ ഈ മിഡ്ഫീൽഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് കണ്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വിച്ചസ് ഓൺ ആവാൻ തുടങ്ങി. പ്രത്യേകിച്ച് അർജന്റീനയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ വീക്ക് ആവുന്നതിനാൽ സെന്റർ ബാക്സിന് പ്രോഗ്രസ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്വിച്ചസ് നടത്താനായിട്ട് പറ്റുമായിരുന്നു. ഡാൻ എൻഡോയെ ഞാൻ നേരത്തെ പറഞ്ഞു 1v1 അത്രയും ത്രെറ്റ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ്. അർജന്റീന ഫുൾ ബാക്കിനെതിരെ അദ്ദേഹത്തിന് ഐസൊലേഷൻ കിട്ടാനായിട്ട് ഇതോടുകൂടി സാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഒരുപാടധികം അറ്റാക്സ് ഇന്നലെ സ്വിറ്റ്സർലൻഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടായിരുന്നു. പെരഡിസിന് അവിടെ ഓപ്പോസിറ്റ് നമ്പർ 10 മാർക്ക് ചെയ്യേണ്ടതിനാൽ ഒരുപാടധികം സാഹചര്യങ്ങളിൽ ആ സെൻട്രൽ സോൺ വിട്ടുപോകുന്നു കണ്ടു. ബോളിനോടും പ്രഷറിനോടും അട്രാക്ട് ആവുന്നുണ്ടായിരുന്നു അർജന്റീനയുടെ നമ്പർ 6. ഇങ്ങനെ അട്രാക്റ്റഡ് ആവുമ്പോൾ സെൻട്രൽ സോൺസിൽ ഒരുപാട് സ്പേസ് ലീവ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരുന്നത്. ആ ഒരു സ്പേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത്രയും ഇന്റലിജന്റ് ആയിട്ട് സ്വിറ്റ്സർലൻഡ് ആ ഒരു സ്പേസ് യൂസ് ചെയ്തു. സ്വിസിന്റെ റൈറ്റ് വിങ്ങർ നേരെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ആ ഒരു സോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതോടൊപ്പം മിഡ്ഫീൽഡേഴ്സിന്റെ റൊട്ടേഷനും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി. പക്ഷേ ഈ ചാൻസസ് ഒന്നും ഫൈനൽ തേർഡിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സ്വിസിന് സാധിച്ചിരുന്നില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ അവർ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരുപാട് നമ്പേഴ്സ് സെയിം സൈഡ് ഓഫ് ദ പിച്ചിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്ന് സ്വിച്ചസ് കൊടുക്കാനായിട്ട് അവർ സക്സസ്ഫുള്ളി സാധിച്ചിരുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു ഗോളിലേക്ക് അവസാനിപ്പിക്കാനായിട്ട് സ്വിറ്റ്സർലൻഡ് സാധിക്കുന്നു. ഇത് റിപ്പീറ്റഡ് ആയ ഒരു പാറ്റേൺ ആയതിനു ശേഷം അർജന്റീന കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവാൻ തുടങ്ങി. ആ ഒരു 4-4-2 ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു സെൻട്രൽ സോണിലെ ബ്ലോക്ക് പൊട്ടിക്കാതിരിക്കാനും അർജന്റീന പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്വിറ്റ്സർലൻഡിന് ഒരുപാട് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫിലെ മൊമെന്റം ഗ്രാഫൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്തൊരു കാഴ്ച നമുക്ക് സ്വിറ്റ്സർലൻഡിന്റെ ഭാഗത്ത് നിന്ന് കാണാം. ഇനി അർജന്റീനയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം അർജന്റീന എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. സെന്റർ ഓഫ് ദ പിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ്. ഒരുപാട് ത്രൂ ദ മിഡിൽ പെനട്രേറ്റ് ചെയ്യാൻ നോക്കുന്ന പ്ലേയേഴ്സ് ആണ്. ഒരു 4-4-2 എന്നുള്ള ഷേപ്പിലേക്കാണ് അവർ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒരു 4-2-2 അതായത് 4-2-2-2 എന്നൊരു നാരോ ഷേപ്പിലേക്ക് അർജന്റീന വരുന്നു. ഒരുപാടധികം ലോങ് ബോൾസ് ഇന്നലെ അർജന്റീന ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എമി മാർട്ടിനസിന്റെ പാസ് മാപ്പ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹുലിയൻ അൽവാരസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരുപാടധികം ഉണ്ടായിരുന്നു. ഇത് സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണം ഹുലിയൻ മാത്രമല്ല കേട്ടോ. പോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഇന്നലെ അർജന്റീന പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് കണ്ടു. ഒരുപാട് പൊസിഷൻ ലൂസ് ആവുന്നു, ഈസി ആയിട്ടുള്ള ബോളുകൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഡിസിഷൻ മേക്കിംഗ് റോങ് ആവുന്നു പാസസ് കംപ്ലീഷന്റെ. സോ ഇതിനാലൊക്കെ തന്നെ ഒരുപാടധികം ചാൻസുകളും അല്ലെങ്കിൽ ടേൺ ഓവേഴ്സും അർജന്റീനയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി ബിൽഡ് ചെയ്തിരുന്നപ്പോൾ മെസ്സി ഉപയോഗിച്ചിട്ട് അർജന്റീനയ്ക്ക് സ്വിസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. മെസ്സി ഒരുപാടധികം ഡ്രോപ്പ് ചെയ്യുന്ന വരുന്ന കണ്ടു. ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലിക്സ് കൊണ്ടൊക്കെ ആ ഒരു എൻറ്റയർ ഫസ്റ്റ് ലൈൻ ഓഫ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷെ അതും ഈ പറയുന്ന പോലെ അർജന്റീനയ്ക്ക് ഒന്നും യൂട്ടിലൈസ് ചെയ്തിട്ട് ഫൈനൽ തേർഡിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊന്നും സാധിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ട്രെയിൽ ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അഗ്രസീവ് ആവാനായിട്ട് സ്വിറ്റ്സർലൻഡ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ സ്പേസസ് ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റി. മെസ്സിയൊക്കെ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്തിട്ട് ത്രൂ ബോൾസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന കാഴ്ച സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ഡിസിഷൻ മേക്കിങ്ങിലെ പോരായ്മ ഈ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഈ ഒരു ഫ്രീസ് ഫ്രെയിമും മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഒരു 2v1 സിറ്റുവേഷൻ സെൻട്രൽ സോണിൽ ഇവിടെ അർജന്റീനിയൻ ഫുൾ ബാക്കിന് അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനെ കാണാതെ ആയിരിക്കാം അത് ഉപയോഗപ്പെടുത്താതെ അവിടെ നിന്ന് ഒരു ലോങ് റേഞ്ചർ ഷോട്ടിന് ട്രൈ ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്താനായിട്ട് അർജന്റീനയ്ക്ക് ഇന്നലെ സാധിച്ചില്ല. ഈ കഴിഞ്ഞ മത്സരത്തിൽ വർക്കൗട്ട് ആയതുപോലെ തന്നെ പല സമയങ്ങളിലും മെസ്സി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നല്ലൊരു പൊസിഷനിലേക്ക് അർജന്റീന കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. കാരണം സ്വിസ് പ്ലേയേഴ്സിനെ ഒരുപാടധികം ആ ഒരു വൈഡർ സോണിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ ഈ പറയുന്ന പോലെ
സ്വിച്ചസ് നടത്താനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ട്രാഫിക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റുന്നു. മെസ്സിയിലേക്ക് തന്നെ വീണ്ടും എത്തിപ്പെടുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓവർലോഡ്സ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അർജന്റീനയ്ക്ക് ആ ബോളുകളൊന്നും പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അർജന്റീന ഒരു ഡിഫെൻസീവ് ഷേപ്പിലേക്കും ലോ ബ്ലോക്കിലേക്കൊക്കെ പോകുമ്പോഴും അർജന്റീനയുടെ ഫുൾ ബാക്സിന് ട്രാൻസിഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ച നമ്മൾ പലപ്പോഴായി കാണുന്നു. അതിപ്പോൾ ട്രാക്ക് ബാക്ക് ചെയ്യുന്നതിലാണെങ്കിൽ പോലും പലപ്പോഴും ആ ഒരു കുറവ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്, ഗിലിയാനോ സിമിയോണിനെ ലൈനപ്പിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എത്രത്തോളം ആപ്റ്റായിട്ടൊരു പ്രൊഫൈലായിരിക്കും ഗെയിം സിറ്റുവേഷൻ എന്നുള്ളത്. അത് നടക്കാനായിട്ട് സാധ്യതയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു 5-4-1 എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഡിഫെൻസീവ്ലി ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ അർജന്റീനയ്ക്ക് പോകേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും അപ്പ് ആൻഡ് ഡൗൺ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, പേസുള്ള, ട്രാൻസിഷനിൽ ത്രെറ്റ് ആവാൻ പറ്റുന്ന, ഡിഫെൻസീവ്ലി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ അർജന്റീന സ്ക്വാഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റങ്ങൾ കാണാൻ സാധ്യത കുറവാണ്. കാരണം ഇത്രയും നാൾ സെറ്റായിട്ടുള്ള ടീമാണ്. ഇനി വരുന്നത് ഒരു ബിഗ് ഗെയിം തന്നെയാണ്. അതിൽ ഈ പറയുന്ന പോലെ ഷേപ്പിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും അധികം ചേഞ്ചസ് വരുന്ന നമുക്ക് തോന്നുന്നില്ല. എന്നാലും സ്കലോണിയാണ്, ഒന്നും പറയാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കഴിയില്ല. പിന്നീട് ആ ഒരു റെഡ് കാർഡ് സംഭവിക്കുകയാണ്. ആ റെഡ് കാർഡ് സംഭവിച്ചതോടുകൂടി ഗെയിമിൻ്റെ ഡയമെൻഷൻ അത്രയധികം മാറി മറിയാണ്. സ്വിറ്റ്സർലൻഡിൽ എല്ലാ സാധ്യതകളും കണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ പറയുന്ന പോലെ 1-1 സ്കോർ ലൈനിൽ എത്തിയപ്പോൾ. കാരണം അവർ ഗെയിമിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അർജന്റീന വിജയിച്ച് കയറി ബ്രില്യൻ്റ് ആയിട്ടൊരു ഗോളായിരുന്നു ഹൂലിയൻ അൽവാരസിൻ്റെ കേട്ടോ. എത്രത്തോളം ഒരു ക്ലാസ് ടോപ്പ് സ്ട്രൈക്കർ ആണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് ഇന്നലെ കാണിച്ചു തരാൻ പറ്റി. ഒരു 4-4-1 എന്നുള്ള ഷേപ്പിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു സ്വിസിന്. കാരണം 10 പേരായിട്ട് ചുരുങ്ങിയൊരു ടീമാണ്. സോ ആ ഒരു ഷേപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ബോൾ പൊസിഷനും അല്ലെങ്കിൽ സർക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചു. അപ്പോഴാണ് കംപ്ലീറ്റ്ലി ഒരു ഡോമിനൻസ് വന്നത്. എന്നിരുന്നാൽ പോലും ഫുൾ 90 സ്കോർ ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് സാധിച്ചില്ല. എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി ഫാൻസിന് ടെൻഷൻ അടുപ്പിച്ചിട്ട് ഞങ്ങൾ ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു നിർബന്ധമുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ജയിച്ചു കയറി. ഇംഗ്ലണ്ടാണ് സെമിയിൽ എതിരാളികൾ. നമുക്കതിൻ്റെ പ്രീ മാച്ച് അനാലിസിസ് ചെയ്യാം. അതിലൊരുപാട് കാര്യങ്ങൾ, അർജന്റീനയുടെ പോരായ്മകളും ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ടിൻ്റെ പോരായ്മകളും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട്, തരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.